everyone, welcome to Vinu's Hindi Learning Class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ ദിയ ലിയ ഈ രണ്ട് വാക്കുകളുടെ യൂസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ദിയ എന്ന് പറയുന്നത് ദേന എന്ന വാക്കിന്റെ ഒരു പാസ്റ്റ് ഫോം ആണ് അല്ലെ. ദേന എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടർത്ഥം വരുന്നുണ്ട് അല്ലെ. തരുക എന്ന് പറയാനും അതുപോലെ തന്നെ കൊടുക്കുക എന്ന് പറയാനും നമ്മൾ ഈ ദേന എന്ന വാക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അത് അവന് കൊടുത്തിരുന്നു എന്ന് പറയണമെന്നാണെങ്കിൽ ഞാൻ അത് അവന് കൊടുത്തിരുന്നു. മെനെ വോ ഉസ്കോ ദിയാ താ. അറിയാലോ നമുക്ക്, മെനെ വോ ഉസ്കോ ദിയാ താ. ഇനി തിരിച്ചാണെങ്കിലോ, അവൻ എനിക്കത് തന്നിരുന്നു എന്ന് പറയാനാണെങ്കിലോ അവിടെയും നമ്മൾ എന്ത് വെക്കുന്നത്? ദിയ തന്നെയാണ്. ഉസ്നെ വോ മുജെ ദിയാ താ. അവൻ അതെനിക്ക് തന്നിരുന്നു. ഉസ്നെ വോ മുജെ ദിയാ താ അല്ലെ. അതുപോലെ തന്നെ ഉസ്കോ ദേദോ, ഉസ്കോ ദേദോ അവന് കൊടുക്കൂ. മുജെ ദേദോ എനിക്ക് തരൂ. അപ്പൊ ഈ വാക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ തരാനാണോ പറയുന്നത്, കൊടുക്കാനാണോ പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ലിയ. ലിയ എന്ന് പറയുന്നത് ലേന എന്ന വാക്കിന്റെ ഒരു പാസ്റ്റ് ഫോം രൂപമാണ് അല്ലെ. ഓക്കെ, ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം തന്നെയാ, രണ്ടർത്ഥം വരുന്നുണ്ട്. എടുക്കുക എന്ന് പറയാനും അതുപോലെ തന്നെ വാങ്ങുക എന്ന് പറയാനും നമുക്ക് ലേന തന്നെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് ഞാനത് അവിടുന്ന് വാങ്ങിയിരുന്നു എന്നാണ് പറയണെങ്കിൽ മെനെവോ വഹാസെ ലിയാ താ. ഇനിയിപ്പോ നമ്മളോട് എടുത്തോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ എടുത്തിരുന്നു എന്ന് പറയാനാണെങ്കിലും മെനെവോ വഹാസെ ലിയാ താ. രണ്ടിനും ഒരേ ആൻസറാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ നമുക്ക് എന്തറിയണം? സിറ്റുവേഷൻ എന്താണ്? നമ്മളോട് വാങ്ങാനാണോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എടുക്കാനാണോ പറഞ്ഞിരുന്നത് എന്നുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് അർത്ഥം മനസ്സിലാക്കുന്നത്. ഇത് വാങ്ങിയതാണോ എടുത്തതാണോ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ ദിയയും ലിയയും നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ കേൾക്കാൻ പറ്റും. പക്ഷെ അവിടെ ഇതിന് ഈ പറയുന്ന അർത്ഥങ്ങളൊന്നുമില്ല. എടുക്കുകയാണോ വാങ്ങുകയാണോ കൊടുക്കുകയാണോ അല്ലെങ്കിൽ തരികയാണോ എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയാം. കർണ, ഈ വെർബുകളുടെ കൂടെയാണ് നമുക്കിത് കാണാൻ പറ്റുക കേട്ടോ, ഈ ദിയ ലിയ എന്നുള്ള വാക്കുകൾ. കർണ എന്ന് പറയുന്നത് ചെയ്യുക എന്നാണ് കർണ. അപ്പൊ ചെയ്തു എന്ന് പറയാൻ കിയ എന്നറിയാം നമുക്ക് അല്ലെ, പാസ്റ്റ് ഫോം കിയ. ഇനി കർ ദിയ, കർ ലിയ എന്നൊക്കെ കേൾക്കാം. ഇതിനർത്ഥം എന്താ? ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഒരർത്ഥത്തിന് പല വാക്കുകൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇനിയിപ്പോ രക്ക, ഞാനത് അവിടെ വച്ചു. മെനെ വഹ രക്ക എന്ന് പറയാം. പക്ഷെ രക് ദിയാന്നോ അല്ലെങ്കിൽ രക് ലിയാന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? വച്ചു എന്നുള്ളത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എല്ലാ വെർബിന്റെ കൂടെ നമുക്ക് ഇത് വെക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ദിയയും ലിയും ഒരുപോലെ സ്യൂട്ടായി പോകണമെന്നില്ല കേട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രഖ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഡാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇട്ടുന്ന അല്ലെ, ഡാൽന ഇടുക. അപ്പൊ ഡാല എന്ന് പറഞ്ഞാൽ ഇട്ടുന്നായി. പക്ഷെ ഡാൽ ദിയ എന്ന് പറയാം, ഡാലിയ എന്ന് പറയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പൂച്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക എന്നാണ്. പൂച്ചിലിയ എന്ന് പറയാം. പൂച്ച് ദിയാന്ന് നമുക്ക് അവിടെ മാച്ച് ആയിട്ട് വരില്ല. മനസ്സിലായോ? കുളിച്ചു എന്ന് പറയാനാണെങ്കിൽ ഞാൻ കുളിച്ചു എങ്ങനെ പറയാ? മെനെ നഹായാന്നും പറയാം, നഹാലിയാന്നും പറയാം. അവിടെ നഹാ ദിയ എന്ന വാക്ക് മാച്ച് ആയിട്ട് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ലിയ ദിയ കേൾക്കുമ്പോ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് എന്താണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ചില ആളുകൾ ഇപ്പോ നഹാ ദിയ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് പറയുന്നതല്ല. ഇനി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അതിനർത്ഥം ഒന്ന് തന്നെയാണ്. അത് പാസ്റ്റ് ഫോം ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇനി ഈ വെർബുകളെല്ലാം പാസ്റ്റ് ഫോമിലോട്ട് ആക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി എന്നോട് പലരും ചോദിക്കാറുണ്ട്, വെർബിന്റെ സെക്കൻഡ് ഫോം ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ഇപ്പോ ബെയ്റ്റ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക, ബേട്ട അതിന്റെ നാ കട്ട് ചെയ്ത് കളഞ്ഞു. മനസ്സിലായോ? രക്ന വെക്കുക, അതിന്റെ നാ കട്ട് ചെയ്തു രക്ക. ഡാൽന ഇടുക, നാ കട്ട് ചെയ്തു ഡാല. പൂച്ചന ചോദിക്കുക, നാ കട്ട് ചെയ്തു പൂച്ച. പൂച്ചെന്നല്ല പൂച്ച. മനസ്സിലാവുന്നുണ്ടോ? വളരെ എളുപ്പമാണ് നമുക്ക് സെക്കൻഡ് ഫോം ആയിട്ട് പറയാനായിട്ട്. അതുപോലെ തന്നെ വളരെ ചിലതിന്റെ മാത്രം ചില ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഈ കർണ എന്ന് പറയുന്നത് ചെയ്യുക അല്ലെ. അപ്പൊ അതിനെ നാ കട്ട് ചെയ്ത് കഴിഞ്ഞ് കര എന്നല്ല അതിനെ പറയുന്നത്, ചെയ്തു എന്ന് പറയാനായിട്ട് കിയ എന്നാ പറയുന്നത്. ചില വേർഡ്സിന്റെ മാത്രം നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ആ ദിയ ലിയ എന്നുള്ള വാക്കുകളുടെ ഒരു എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്
ഹോഗ എന്നുള്ള വാക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന മെയിൻ കാര്യം ഹോഗയാണ് കേട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്, എനിക്ക് തോന്നുന്നു അവൻ വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. മുജെ ലഗ്താ ഹേ കി, എനിക്ക് തോന്നുന്നു. അവിടെ ആ കീ വെക്കാം, വേണമെങ്കിൽ വെക്കാം, ഇനിയിപ്പോൾ വെക്കാതെ സംസാരിച്ചാലും കുഴപ്പമില്ല. കാരണം അതൊരു ഗ്രാമർ പാർട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഗ്രാമറിന് വലിയ റോളൊന്നുമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. രണ്ട് വാക്കുകളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു എന്നേ ഉള്ളൂ. അതല്ല മുझे लगता है वो आया होगा എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. वो आया होगा, അവൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ ഹോഗയുടെ യൂസ് അറിയാമെന്നാണ് അർത്ഥം. അതല്ലാതെ ചില ആളുകൾക്ക് അതിൻ്റെ ഒന്ന് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ഹോഗ എന്നുള്ള വാക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ ആദ്യത്തെ 10 ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിരുന്നു മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഈ ഹോഗ എന്ന വാക്കിന് രണ്ടർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ചാൻസ്, നമുക്കൊരു എന്താ പറയാ, ഉറപ്പില്ല, വന്നിട്ടുണ്ടാവാം എന്നാ നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതല്ല, ഇനി ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? ഹോഗ യൂസ് ചെയ്യാം അല്ലേ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അവനെ വിളിക്കണ്ട, അവൻ ഉറങ്ങുകയായിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ അവനെ ഫോൺ ചെയ്യണ്ട, അവൻ ഉറങ്ങുകയായിരിക്കും. അബ്യൂസേ ഫോൺ മത് കറോ, അല്ലെങ്കിൽ ഫോൺ നഹി കർണ, അല്ലെങ്കിൽ നഹി ബുലാന, വിളിക്കണ്ട എന്ന ഉദ്ദേശിച്ച കേട്ടോ. എന്താണ്? വോ സോ രഹാ ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറങ്ങുകയായിരിക്കും. നമ്മളിവിടെയാണ്, അവൻ വേറെ സ്ഥലത്താണ്, നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ നമ്മൾ പറയാണ് അവൻ ഉറങ്ങുകയായിരിക്കും, അവനിപ്പൊ ഫോൺ ചെയ്യണ്ട. അബ്യൂസേ ഫോൺ നഹി കർണ, വോ സോ രഹാ ഹോഗ. മനസ്സിലായോ? അതുപോലെ തന്നെ മുझे വാപ്പസ് ജാനാ ഹോഗ, എനിക്ക് പോകേണ്ടി വരും. മുझे വാപ്പസ് ജാനാ ഹോഗ, എനിക്ക് പോകേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരർത്ഥത്തിൽ പറയട്ടോ. ഇപ്പൊ ഒരു പടേക എന്നുള്ള എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പടേക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറയണ, ജാനാ പടേക, മുझे വാപ്പസ് ജാനാ പടേക, നമുക്ക് പോകേണ്ടി വരും, അത് തീർച്ചയാണ്. ആ രീതിയിൽ പറയുന്നതാണ് കേട്ടോ ആ പടേക എന്ന വാക്കിന്റെ യൂസ്. മുझे വാപ്പസ് ജാനാ പടേക, ഇത് മുझे വാപ്പസ് ജാനാ ഹോഗ, എനിക്ക് പോകേണ്ടി വരും. അവിടെ അങ്ങനെ ഒരു അർത്ഥം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അവൻ എന്നെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. വോ മേരാ ഇന്തസാർ കർ രഹാ ഹോഗ, ഇനി അവളാണെങ്കിൽ കർ രഹി ഹോഗി. ഓക്കെ, വോ മേരാ ഇന്തസാർ വെയിറ്റ് ചെയ്യുക, എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ, വോ മേരാ ഇന്തസാർ കർ രഹാ ഹോഗ, അവൻ എന്നെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഇനിയിപ്പോ നമ്മൾ പറയും, അവിടെ നല്ല ചൂടായിരിക്കും. ഈ ആയിരിക്കും എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഹോഗയുടെ യൂസ് വരുന്നത് കേട്ടോ. അവിടെ നല്ല ചൂടായിരിക്കും. വഹാ ബൗ ഗർമി ഹോഗി. ഇവിടെ ഹോഗ, ഹോഗി, ഹോഗെ ഇത് നമുക്ക് അറിയാലോ. സ്ത്രീലിംഗവും പുല്ലിംഗവും അതുപോലെ തന്നെ ബഹുവചനവും പ്ലൂരൽ അല്ല, ബഹുവചന റെസ്പെക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഹോഗ, ഹോഗി, ഹോഗെ വെക്കുന്നത് കേട്ടോ. അപ്പോ വഹാ ബൗ ഗർമി ഹോഗി, അവിടെ നല്ല ചൂടായിരിക്കും എന്ന് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഈ ഹോഗ എന്നുള്ള ചാൻസ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഹോഗയുടെ യൂസ് നമ്മളിപ്പോ വരാൻ പോകുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ സബ് ടീക്ക് ഹോഗ എന്തായാലും എല്ലാം ശരിയാകും, ഉറപ്പായിട്ട് നമ്മൾ പറയുവാണ്. ശരിയാകും, ശരിയായിട്ടില്ല, ശരിയാകും. ഫ്യൂച്ചറാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ മീറ്റിംഗ് കൽ ഹോഗി എന്ന് പറഞ്ഞ എന്താ? മീറ്റിങ്ങിന് ഹിന്ദിയിൽ പറയുന്നത് ബൈഠക് എന്നാട്ടോ. ബൈഠക് കൽ ഹോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മീറ്റിംഗ് നടക്കും, അല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അത് നമുക്ക് നാളെയാണെന്ന് എങ്ങനെയാ മനസ്സിലായേ? കല്ലിന് രണ്ടർത്ഥമുണ്ട് അല്ലെ, ഇന്നലെയെന്നും അതുപോലെ തന്നെ നാളെയെന്നുണ്ട്. അവിടെ നമ്മൾ നാളെയെന്ന് മനസ്സിലാക്കാൻ കാരണം ഹോഗി കണ്ടുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ? ബേട്ടക്ക് ഒരു സ്ത്രീലിംഗ വാക്കായതുകൊണ്ടാണ് അവിടെ ഹോഗി പറഞ്ഞ, അല്ലെങ്കിൽ ഹോഗ അതാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഹോഗി കണ്ടപ്പോ നമുക്ക് മനസ്സിലായി എന്തെന്ന്, അതിന് വരാൻ പോകുന്ന കാര്യമാണ്. ഇനിയിപ്പോ ഇന്നലെ കഴിഞ്ഞതാണെങ്കിലോ കൽ ഹുയി എന്നാ പറയണ്ടേ. കൽ ഹുയി, ഹുവ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം. ഓക്കെ, ബേട്ടക് കൽ ഹുയി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഹോഗ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഹോഗയുടെ മറ്റൊരു രൂപമാണ്, മറ്റൊരു വേർഡ് നമുക്ക് കേൾക്കാം. ഹോ സക്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാകും, അല്ലെങ്കിൽ സംഭവിക്കാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹോ സക്താ ഹേ. ഇപ്പൊ കുച്ച് ഭി ഹോ സക്താ ഹേ എന്താ? എന്തും സംഭവിക്കാം. കുച്ച് ഭി ഹോ സക്താ ഹേ, എന്തും സംഭവിക്കാം. അങ്ങനെയാണ് അവിടെ
ഹോ സക്താ ഹയുടെ യൂസ് വരുന്നത്. അതുപോലെ യേ ബി ഹോ സക്താ ഹെ, ഇതും സംഭവിക്കാം. യേ ബി ഹോ സക്താ ഹെ. ഇനി യേ കൈസെ ഹോ സക്താ ഹെ, ഇപ്പൊ ആരെങ്കിലും നമ്മളോട് ഒരു നടക്കാത്ത കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും? യേ കൈസെ ഹോ സക്താ ഹെ. മനസ്സിലായോ? ഇതാണ് ഈ ഹോ സക്താ ഹെ. സക്താ ഹെ എന്ന് പറയുന്നത് എന്താണ്? കഴിയും. നമുക്കറിയാലേ, അത് ഒറ്റയ്ക്ക് പറയുമ്പോൾ കഴിയും എന്നാണ് അതിനർത്ഥം. ഇപ്പോ യേ കാം മേ കർ സക്താ ഹൂം അല്ലെങ്കിൽ കർ സക്തി ഹൂം, ഈ ജോലി എനിക്ക് ചെയ്യാൻ കഴിയും. യേ കാം മേ കർ സക്താ ഹൂം. അപ്പോൾ ഓരോ സെന്റൻസിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ നടക്കും എന്നാണോ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ നടക്കുമോ എന്നുള്ളതാണോ, നടക്കാം എന്നുള്ളതാണോ എന്നൊക്കെയുള്ളത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ സിറ്റുവേഷൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ ആ ഒരു സിറ്റുവേഷൻസ് കടന്നു വരുന്നുണ്ട് അല്ലെ? ഇനി ഞാനൊരു 3-4 സെന്റൻസ് കൂടി പറയാം കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഹോന എന്ന വാക്കിന്റെ പല രൂപങ്ങൾ ചേർത്തുള്ള ഒരു 3-4 സെന്റൻസ്, ഒരുപാടൊന്നുമില്ല, പക്ഷെ അതിലെല്ലാ വാക്കുകളും കയറി വരുന്നുണ്ട്. ഇപ്പൊ ഹോന, ഹോത്ത, അല്ലെങ്കിൽ ഹുവ, അല്ലെങ്കിൽ ഹോഗ, ഇതൊക്കെ കൂടിയിട്ടുള്ള സെന്റൻസുകളാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾക്കത് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ആദ്യം തന്നെ ഇതെപ്പോഴും സംഭവിക്കും, ഇത് എപ്പോഴും സംഭവിക്കും നമ്മൾ പറയാറില്ലയോ? യേ ഹമേശ ഹോത്താ ഹെ, അവിടെ ഹോത്ത എന്ന വാക്ക വെക്കുന്നത് കേട്ടോ. ഇപ്പൊ സ്ത്രീലിംഗോ അല്ലെങ്കിൽ ബഹുവചനം ആണെങ്കിൽ ഹോത്തി, ഹോത്തെ, അത്ര വ്യത്യാസമുള്ളൂ. യേ ഹമേശ ഹോത്താ ഹെ. ഇത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് നമ്മൾ പറയണെങ്കിലോ, ഇത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. യേ കബി ബി ഹോ സക്താ ഹെ, യേ കബി ബി ഹോ സക്താ ഹെ. അവിടെ നമ്മൾ ഹോത്ത വെച്ച് സംസാരിച്ചു, ഇവിടെ നമ്മൾ ഹോ സക്തയെ വെച്ച് സംസാരിച്ചു. ഇനിയിപ്പോ ഹോന വെച്ചിട്ട് നമുക്ക് ഒരു സെന്റൻസ് പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ പറയത്തില്ലയോ, നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയത്തില്ലയോ? അതെങ്ങനെയാ പറയാ? ഹമേ അപ്നെ പേരോ പർ, അപ്നെ പേരോ പർ, സ്വന്തം കാലിൽ എന്നുള്ള അർത്ഥത്തിലാ കേട്ടോ. പേർ എന്ന് പറഞ്ഞ കാല്. ഹമേ അപ്നെ പേരോ പർ നിൽക്കണം. ഖടാ ഹോന ചാഹിയേ, ഖട ഹോന എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഓക്കെ, അപ്പൊ ഹമേ അപ്നെ പേരോ പർ ഖടാ ഹോന ചാഹിയേ, നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ആ നിൽക്കുക എന്ന വാക്ക് ചിലപ്പോൾ കിട്ടിക്കാണില്ലേ പലർക്കും. ഓക്കെ, ഖട ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക. അപ്പൊ ഖടാ ഹോന ചാഹിയേ, നിൽക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ഹോന വെച്ചാ സംസാരിച്ചത്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞത് അവൻ ഓഫീസിൽ പോയിട്ടുണ്ടാകും, ഹോഗ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു അല്ലെ, ഒരു ചാൻസ് ആണ്. അവൻ ഓഫീസിൽ പോയിട്ടുണ്ടാവും. വോ ഓഫീസ് ഗയാ ഹോഗ, ഗയാ ഹോഗ, അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും, ജാചുക്ക ഹോഗ എന്നൊക്കെ പറയാം കേട്ടോ. വോ ഓഫീസ് ഗയാ ഹോഗ, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഹോഗ ചാൻസ് ആണ്. ഇനി ഒരു ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വിവാഹം അടുത്ത മാസം നടക്കും, അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാകും എന്ന് നമ്മൾ പറയത്തില്ലോ. എന്റെ വിവാഹം അടുത്ത മാസം ഉണ്ടാകും. മെരി ഷാദി, ഷാദി സ്ത്രീലിംഗ എല്ലാവർക്കും അറിയാം അല്ലെ. മെരി ഷാദി അകലെ മഹിനെ ഹോഗി, അവിടെ ഹോഗായിക്ക് പകരം നമ്മൾ സ്ത്രീലിംഗ വേർഡ് ആയതുകൊണ്ട് ഹോഗി യൂസ് ചെയ്തു. മെരി ഷാദി അകലെ മഹിനെ ഹോഗി. മനസ്സിലായോ? ഇനി കഴിഞ്ഞു എന്ന് പറയാനാണെങ്കിൽ എന്താ പറയണ്ടേ? ഹുവ അല്ലെ, ഹുവ, ഹുയി അല്ലെങ്കിൽ ഹുയെ, ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വാക്കിനും സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനവും ഉണ്ട് കേട്ടോ. ഹോഗ, ഹോഗി, ഹോഗെ, ഹുവ, ഹുയെ, ഹുയി, ഇങ്ങനെ എല്ലാ വാക്കിനും ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ എന്റെ ജോലി കഴിഞ്ഞു, മേരാ കാം ഖതം ഹുവ അല്ലെങ്കിൽ ഖതം ഹോഗയ. ഇപ്പൊ കഴിഞ്ഞു എന്നുള്ള വാക്കിന് മറ്റൊരു വേർഡാണ് ഹോഗയ എന്നുള്ളത്. മേരാ കാം ഖതം ഹോഗയ. മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒരുവിധം ഈ ഹോന എന്നുള്ള വാക്കിന്റെ പല രൂപങ്ങളാണ് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ആയിട്ട് കൊണ്ടുവന്നത് കേട്ടോ. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരരുത്, ഈ ഹോഗ എവിടെയാണ്, ഈ ഹോത്ത എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെയാണ് കമന്റ്സ് വരുന്നത്. ഹോത്ത ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ ഒറ്റ ക്ലാസ്സിൽ ഈ ഹോന എന്നുള്ള ഒരു ക്ലാസ്സിൽ ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിലെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, ഇന്നൊന്ന് റിവിഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും. 100% ഉറപ്പാണ്. ഇപ്പൊ ഒരുപാട് പേരുടെ മനസ്സിലിങ്ങനെ ഒത്തിരി വലിയ വലിയ വാക്കുകളൊക്കെ വന്ന് നിൽക്കണ്ടാവാം. എനിക്കത് പറയാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ലല്ലോ, ഇതൊക്കെ ഇനി എന്ന് പഠിച്ചിട്ടാ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഇപ്പൊ സംസാരിക്കാൻ തുടക്കാരോടാട്ടോ ഞാൻ പറയുന്നത്. കുറേയൊക്കെ അറിയാം, അവർക്കാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളവരോടല്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റണം നിങ്ങൾക്ക്.
അപ്പൊ എന്തെങ്കിലും കേട്ടിട്ട് പോയാൽ പോരാ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമുക്ക്. അത് നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ബാക്കിയെല്ലാം നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ്. ഞാൻ ഒരു ക്ലാസ്സിന് മുൻപേ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം ഞാനൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്ക് സംസാരിക്കാനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, പിന്നെ അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഗ്രാസ്പ് ചെയ്ത് വരുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ യൂട്യൂബിന്റെ മുമ്പിൽ കുത്തിയിരുന്നോ ബുക്ക് നോക്കിയോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, അതുകൂടാതെ തന്നെ ഇന്നത്തെ ചോദ്യം, ഞാൻ 3 വർഷമായി ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. ട്രൈ ചെയ്യുക, സമയമുള്ളവർ ട്രൈ ചെയ്യണം കേട്ടോ. തെറ്റിക്കോട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് മനസ്സിലായോ? കുറെ പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് തെറ്റിപ്പോവാം. അപ്പൊ എനിക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞിരുന്നു. മനസ്സിലായോ? ഇനി തുമാരെ വാപ്പസ് ആനെ തക് അല്ലെങ്കിൽ തുമാരെ ആനെ തക് മേ യഹാ രഹൂങ്ക. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ രഹ എന്ന വാക്കിന് അർത്ഥം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. രഹ എന്ന് പറയുന്നത് നമ്മളിപ്പോ മലയാളത്തിൽ പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രസന്റ് ആയിട്ട് നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്, ഞാനിപ്പോ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലയോ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കൂടെയാണ് നമ്മൾ ഈ രഹ യൂസ് ചെയ്യുന്നത്, ആ വെർബിന്റെ കൂടെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, മേ ലിഖ് റഹി ഹൂം എന്താണ്, അല്ലെങ്കിൽ ലിഖ് റഹാഹും. അവിടെ രഹ ചോദിച്ചു. ഈ രഹയ്ക്കും സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനവും ഒക്കെ ഉണ്ട് കേട്ടോ. രഹ, രഹി, രഹെ. ഓക്കെ, മേ ലിഖ് റഹാഹും എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുകയാണ്. അപ്പൊ ലിഖ്ന എന്ന വാക്കിന്റെ നാ കട്ട് ചെയ്തിട്ട് ലിഖ് എടുത്തു. ഓക്കെ, ലിഖ് റഹാഹും. അതുപോലെ തന്നെ ഞാൻ വായിക്കുകയാണ്, മേം പഡ് റഹാഹും. പഡ്ന എന്ന വാക്കിന്റെ നാ കട്ട് ചെയ്തിട്ട് ഓക്കെ പഡ് എന്ന വാക്കെടുത്തു, മേം പഡ് റഹാഹും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറയുന്നത്. ഇനി ഞാൻ ജോലി ചെയ്യുകയാണ്, എങ്ങനെയാ? മേം കാം കർ റഹാഹും. കർണയുടെ നാ കട്ട് ചെയ്തു, കറെടുത്തു, അതിന്റെ കൂടെ എന്ത് വെച്ചു? രഹ വെച്ചു. മേം കാം കർ റഹാഹും. അതാണ് ഈ രഹയുടെ യൂസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.